ലേഖനം 12-ാം അധ്യായം. Let us turn our attention to the book of 2 Corinthians chapter 12. 7-10 ഒന്ന് വായിക്കാൻ. നമ്മൾ ഇതിനു മുമ്പ് വായിച്ചിട്ടുള്ള വാക്യമാണ്, എങ്കിലും ഒന്നുകൂടെ മറ്റൊരു കാര്യം പറയാനായിട്ടാണ്. 7-10 7-ാം വാക്യം മുതൽ. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. മതി. വളരെ ആഴമേറിയ സത്യങ്ങൾ അടങ്ങിയ തിരുവെഴുത്താണ് നമ്മൾ ഇന്ന് ധ്യാനത്തിനായിട്ട് വായിച്ചത്. We read the scripture that contains very strong and deep thought inside this. വളരെയധികം കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ശ്രേഷ്ഠനായ ദൈവദാസനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. Apostle Paul was a great servant of the Lord. ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റിയിൽ ഇതുപോലെ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയില്ല. There is none other than Paul who has been used mightily in the kingdom of God. ആ ദൈവദാസന്റെ ഒരിടത്ത് ഇത്രയധികം യാത്ര ചെയ്തു, പലയിടത്തും വേല ചെയ്തു, പലയിടത്തും സഭകൾ ആരംഭിച്ചു. അവിടെ എങ്ങും പറയാത്ത ഒരു പ്രത്യേക കാര്യം ഈ 12-ാം അധ്യായത്തിൽ പറയുകയാണ്. Paul did so many things. He preached in many places. He traveled through different places. He never mentioned this thing in any other of his epistles. തന്റെ ശരീരത്തിൽ ഒരു ശൂലം ഉണ്ടായിരുന്നു, ഒരു തോൺ ഉണ്ടായിരുന്നു. He had been suffering with a thorn in his flesh. അത് ഇടയ്ക്കിടയ്ക്ക് കുത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. We can read from here that thorn was tormenting him occasionally. അങ്ങനെ ആ വേദന മാറാനായിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു അത് മാറ്റുകയില്ലെന്ന് പറഞ്ഞു. When he pleaded to God to remove that thorn, God replied that is not going to be removed. അടുത്ത എന്റെ ഒരു ചിന്തയാണ്. The next thing is a thought from me. പോൾ പറയുക, ദൈവമേ ആ തോണങ്ങ് മാറ്റാമെങ്കിൽ എനിക്ക് കൂടുതൽ യാത്ര ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. Paul was telling God that if you remove that thorn, then I would have been traveled a lot and preached a lot. എനിക്ക് പലരെയും കർത്താവിന് വേണ്ടി നേടാനായിട്ട് കഴിയും. I could have earned more souls. പക്ഷേ അന്നേരം കർത്താവ് എന്നാ പറഞ്ഞെന്നറിയാമോ? But at that time, what did God reply? തോൺ മാറ്റി കഴിഞ്ഞാൽ, if I remove the thorn on your flesh, ആ മുള്ള മാറ്റി കഴിഞ്ഞാൽ, if I remove that thorn on the flesh, നീ പലരെ നേടുമായിരിക്കും, പക്ഷെ നീ നിന്നെ നഷ്ടപ്പെടുത്താനായിട്ടുള്ള സാധ്യത ഉണ്ട്. You could have saved many other souls, but your soul will be lost. എന്ന് പറഞ്ഞാൽ അവിടെ പറയുക നിഗളിച്ച് പോകാതെ ഇരിക്കേണ്ടതിന്. Here it is very specifically mentioning that do not be proud. ഈ നിഗളം നരകത്തിലെത്തിക്കുന്ന പാപമാണെന്നാണ് ബൈബിൾ പറയുന്നത്. Pride is an attitude which leads us to hell. നമുക്ക് എല്ലാവർക്കും അറിയാം, ലൂസിഫർ എന്ന് പറയുന്ന ഏഞ്ചൽ പിശാചായി മാറിയത് ഈ ഒരു ക്യാരക്ടർ കൊണ്ടാണ്. We all know that Lucifer was an angel. He was fallen into the hell because of this pride. Evil ആയി മാറിയത്. This evil. He became an evil. ഇനി എന്നെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചേ. ബൈബിൾ നമ്മൾ പരിശോധിച്ചാൽ 2 മേഖലയിൽ പരാജയപ്പെട്ടവർ തിരിച്ചു വന്നിട്ടില്ലെന്ന് സ്പെസിഫിക് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. If we look into the scriptures, if 2 areas, if we fell, then we are unable to come back. എല്ലാത്തിനേക്കാൾ കൂടുതൽ പണത്തെ സ്നേഹിച്ചവൻ ആ വഴിക്ക് പോയിട്ട് മടങ്ങി വന്നിട്ടില്ല. One person who loved the world or riches, he went on that way, he was unable to return. നിഗളിച്ച ഒരുവനും മടങ്ങി വന്നിട്ടില്ല. One who became proud, he also went on his way and was unable to return. അങ്ങനെങ്കിൽ പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ നമ്മളെയൊക്കെ ചിലയിടത്ത് ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന എന്തിനാണെന്നറിയാമോ? നമ്മളെ അക്കരെ എത്തിക്കണമെന്ന് ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു താല്പര്യമുണ്ട്. അതിനുവേണ്ടിയാണ് പല നിലയിൽ ഈ തോൺ നമ്മളെ കുത്തുന്നത്.
So my dear fellow members, do you know in certain areas we are keep feeling the pressure on us, or some kind of thorn is pushing you, because God wants to finish the race successfully for each one of us. പ്രിയ റെനിച്ചായം പ്രബോധിപ്പിച്ച പോലെ കൂരിരുളിന്റെ താഴ്വരയിലും എന്നെ കൊണ്ടുചെന്ന് നടത്തുന്ന എന്നാന്നറിയാമോ? അവിടെ ഇരുന്നും എന്റെ കണ്ണുയരത്തിലേക്ക് നോക്കേണ്ടതിനാണ്. As brother Reni brother mentioned that though I walk through the valley of the shadow of death, he will be with me and he will make us to successfully reach to the destination. ഒരു വാക്യം എന്നെ ഒന്ന് വായിച്ച് സഹായിക്കണം. സദൃശ്യവാക്യം നിഗളത്തിന്റെ ഒരു കാര്യമാണ്. സദൃശ്യവാക്യം 16 എന്റെ ഓർമ്മ 16 Proverbs chapter 16 16:18 പെട്ടെന്ന് നോക്കാമോ? 16:18 16:18. നാശത്തിനു മുമ്പേ ഗർവം, വാക്യം ശ്രദ്ധിച്ചു നോക്കിയേ. നാശത്തിന് മുമ്പേ ഗർവം. വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. വാക്യം കണ്ടോ? Pride goes before destruction and a haughty spirit before a fall. ഞാൻ ആ വാക്യത്തിൽ നിന്ന് വ്യാഖ്യാനിക്കാം. എല്ലാവരും ആ വാക്യത്തിലേക്ക് നോക്കൂ. Please listen carefully to those words. I would like to interpret that. നാശം, ഗർവം നാശത്തിലേക്ക് നയിക്കും, ഉന്നത ഭാവം വീഴ്ചയിലേക്ക് നയിക്കും. Pride goes before a destruction and a haughty spirit leads to a fall. അങ്ങനെങ്കിൽ നാശത്തിന് മുമ്പേ ഗർവം. If that is so, there will be pride comes before a destruction. വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. Before a fall, a haughty spirit will appear. ലൂസിഫറിന്റെ ചരിത്രം വായിക്കുന്നത് ഐ വിൽ ഗോ അപ്പ് എന്ന് 5 പ്രാവശ്യമാണ് പറയുന്നത്. പിന്നെ ഒരിക്കലും അവൻ എഴുന്നേറ്റ് വന്നതായിട്ട് വായിക്കുന്നില്ല. When we read Lucifer's history, he keeps saying 5 times, I will go above him, I will go above him, but he never returned. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഞാൻ സംതിങ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഗർവം നാശത്തിന് മുമ്പുള്ളതാണ്. ഉന്നത ഭാവം വീഴ്ചയിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ മഹാകരുണ പൗലോസി തോന്നി വളരെ കൃത്യമായി തന്നെ വേദനിപ്പിച്ച് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന ഒരു തോണായി തന്റെ ആയുസ് താൻ കഴിച്ചു കൂട്ടി എന്നതാണ്. So whenever you feel that you are something in your life, or if you think that you have something in your life, then think carefully, as Paul is here mentioning that whenever that thorn is pricking you, God is saying that his grace is sufficient for you. ഈ ദൈവത്തെ ആരും ബൈബിൾ ക്ലാസ് എടുക്കണ്ട, വേണോ? നിങ്ങൾ പറ. We do not want to give God a Bible class. No. Do you അവന് think so? മന്ത്രിയായിരുന്നവൻ ആര്? Who can be a minister to God? ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നവൻ ആര്? Who can give an instruction to God? അന്നേരം കർത്താവിനറിയാം നമ്മളെ എവിടാണ് പിടിക്കേണ്ടതെന്ന്, എങ്ങനെ പിടിച്ച മുട്ടുമടക്കുമെന്ന്, എങ്ങനെ പിടിച്ചാൽ നമ്മളെ നിത്യജീവനെ കടത്താവെന്ന് നമ്മുടെ നാഥൻ അറിയാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെയൊക്കെ വന്നോണ്ടല്ലേ നമ്മൾ ഇന്നും ഇവിടെ ഇരിക്കുന്നേ. Please think about us. Our God, our Father knows where we need to have a thorn. That is the only reason we are still remaining in his vineyard. ഇനിയും നിങ്ങൾ ആ 12-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ളതിനകത്ത് ഞാനൊരു 3 കാര്യം പറയാം. I would like to share with you 2 Corinthians chapter 12 verses 7 onwards. എനിക്ക് സമയമില്ല ഒന്നും വിശദമാക്കി പറയാൻ. I do not have enough time to explain well. ഇവിടെ സാത്താനെ ഉപയോഗിക്കുകയാണ്. Here Satan is being used. അവിടെ ഈ കുത്തേണ്ടതിന് എന്നൊരു വാക്യം ഉണ്ടല്ലോ, കുത്തേണ്ടതിന്. We can see that here a phrase, to torment. ആ വാക്ക് എവിടെ മറ്റൊരു ഭാഗത്ത് ഉപയോഗിച്ചതെന്ന് അറിയാമോ? നമ്മുടെ കർത്താവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ അവനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചെന്ന് വായിക്കുന്നില്ലേ? അവിടെയാണ് ഈ സെയിം വാക്ക് ഉപയോഗിച്ചേക്കുന്നത്. എത്രമാത്രം ടോർച്ചർ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. We can see this to torment or harass. This same phrase has been used at the crucifixion of Jesus, that soldiers mocked and harassed him. ഇവിടുത്തെ 3 കാര്യം. ഒന്ന്, പിശാചിനെ പോലും ദൈവം തന്റെ പ്രോജക്റ്റ് നടത്താൻ ഉപയോഗിക്കും. The first point is God can use Satan to complete God's project. അങ്ങനല്ലേ ഇവിടുത്തെ അർത്ഥം? Isn't that the reason over here? കാരണം എഫെസ്യർ 1-ാം അധ്യായം വായിച്ചാൽ മതി. സകലവും
അവന്റെ കാൽ കീഴിലാണ്. If we read Ephesians chapter 1, we can see that everything is under his feet. അങ്ങനെങ്കിൽ ഇതിനകത്ത് ആശ്വസിക്കാനൊരു വക എന്നാന്നറിയാമോ? If that is so, what is comforting from here? ട്രൂലി ബോൺ അഗൈൻ ക്രിസ്ത്യന്റെ മേൽ ദൈവത്തിന്റെ അനുവാദമില്ലാതെ പിശാചിനും തൊടാൻ കഴിയില്ല. In a truly born again Christian's life, Satan cannot touch you without God's permission. ഒന്നാമത്തെ കാര്യം, പിശാചിനെ പോലും ദൈവം തന്റെ പദ്ധതി നടത്താൻ ഉപയോഗിക്കും. First point is God can use even Satan to complete his project on you and me. രണ്ടാമത്തെ കാര്യം ഇവിടെ ഉണ്ട്, ദൈവം എപ്പോഴും തന്റെ മക്കളുടെ അപേക്ഷ കേൾക്കുന്നു. The second point is God has been or is always listening to the request of his beloved. അപേക്ഷ കേൾക്കുകയും മറുപടി നൽകുകയും ചെയ്യുന്നു. He not only listening to each one of our requests, but also he is providing the results. മൂന്നാമത്തെ കാര്യം ആ പാസേജിനകത്തുണ്ട്, in all situation God's grace is sufficient. The third point is in all situations his grace is sufficient for us. ദൈവത്തിന്റെ കൃപയ്ക്ക് നമ്മെ താങ്ങി നിർത്താൻ കഴിയാത്ത ഒരിടവുമില്ല. There is no place which cannot carried by the grace of God in our life. ദൈവത്തിന്റെ കൃപയ്ക്ക് എന്നെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയാത്ത ഒരു മേഖലയും ഇല്ലെന്നാണ് തിരുവെഴുത്തനോട് പറയുന്നത്. The scripture is very clearly saying that in each one of our lives, all the situations can be handled by the amazing grace of our God and Savior Jesus. ഹല്ലേലൂയ. Hallelujah. Praise the Lord. Stotram, stotram. നമ്മളെ മുട്ട് കുത്തിക്കണമെങ്കിൽ തമ്പുരാൻ അറിയാൻ, ഞാൻ പറഞ്ഞ പോലെ എവിടെ പിടിക്കണമെന്ന്. If we want to be corrected or made straight, God knows where he needs to put a hook on us. ഞാന് Hallelujah. പണ്ട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ പണ്ട് ഓർത്തത് ഈ തമ്പുരാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, എല്ലാം ഈ നന്മ നമ്മുടെ ഈ മെറ്റീരിയൽ നന്മ മാത്രമേ ചെയ്യുള്ളൂ എന്നൊരു തിയോളജി ആയിരുന്നു എനിക്ക് പണ്ട്. In my previous years, I was thinking that God was a God who always provides us some material blessings. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ പപ്പായ്ക്ക് സ്ട്രോക്ക് വന്ന് തളർന്നുപോയി. At that time, my father got paralyzed due to a stroke. എഴുന്നേറ്റ് കഴിഞ്ഞപ്പം ഹ്യൂജ് അറ്റാക്ക് വന്നു. Once he was got up from the stroke, he was attacked by a huge attack. മേജർ അറ്റാക്ക് വന്നു. A major cardiac arrest happened. അതിന് രക്ഷപ്പെട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോ അതിലും മേജർ അറ്റാക്ക് വന്നു. After that first heart attack, he again faced another major heart attack. എന്റെ തിയോളജി തിരിഞ്ഞു, ഞാൻ വേദപുസ്തകം എടുത്ത് വായിച്ചു. My theology turned upside down and I started to pay more attention to the scripture and started to read more and more the word of God. ഞാൻ എന്റെ പപ്പായോടും പറയാറുണ്ട്, പപ്പായുടെ തളർച്ചയാണ് ഞാൻ വേദപുസ്തകം വായിച്ചെന്ന് പറയാറ്. I always used to tell my father's fall made me to start read the scriptures. ദൈവത്തിന് മന്ത്രിയായിരുന്നവൻ ആര്? Who can be a minister to God? നമ്മളെ തമ്പുരാൻ എവിടെ പിടിക്കണമെന്നറിയാം, പക്ഷേ ഏത് സാഹചര്യം വരുമ്പോഴും ഒരു ഭക്തന്റെ അകത്തുണ്ടായിരിക്കേണ്ടത് എന്നാന്നറിയാമോ? സകലത്തെയും നിയന്ത്രിക്കുന്നത് അവിടുന്നാണ് എല്ലാം തീരുമാനിക്കുന്നത്. പിശാചിനെ പോലും തന്റെ കാര്യം നടത്താൻ അവിടുന്ന് ഉപയോഗിക്കുന്നു. So God, omnipotent, omniscient God knows where we all need to be captured, and his grace is sufficient to finish the race in all through the situations of our life. ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട്, ഈ കുഞ്ഞുങ്ങളൊക്കെ ട്യൂഷൻ പഠിക്കുന്നവരാണ്. I usually think about it. Usually children go to and take some tuitions or extra classes for certain subjects. മാത്സ് ട്യൂഷൻ എടുക്കണമെങ്കിൽ നമ്മൾ കണ്ടെത്തുന്ന ടീച്ചർ മാത്സിൽ എക്സ്പെർട്ട് ആയിരിക്കും. If we would like to go and take some additional classes for maths, we would always go to an instructor who is well versed in mathematics. 1 + 1 = 2 എന്നറിയാൻ മേലാത്ത ആരെയും നമ്മൾ ട്യൂഷൻ ടീച്ചർ ആക്കും. If a person doesn't know 1 + 1 = 2, will we make that person to be an instructor for us over math? No, we will never. God is sovereign എന്നതിന്റെ ഒരു വലിയ തെളിവ് ആ വാക്യത്തിനകത്തുണ്ട്. This verse very clearly shows each one of us that God is sovereign. ഈ അഖിലാണ്ടത്തിലെ ഏറ്റവും വലിയ നിഗളി ആരാന്ന് ചോദിച്ചാൽ പിശാചാണ്, റൈറ്റ്? If we ask who is the most proud person in the whole entire world, we all know that Satan. എന്നാൽ ലോകത്തിലെ ഏറ്റവും ഒരു മനുഷ്യനെ താഴ്മയുള്ളവനാക്കാൻ
ലോകത്തിലെ ഏറ്റവും വലിയ നിഗളിയെ ദൈവം ഉപയോഗിച്ചു. But the most prideful person was used to make the most humble person on this earth. എന്നാ പറഞ്ഞ ആശയം പിടികിട്ടിയോ? I ഒരിക്കലും നമ്മുടെ നിലയിൽ ഒരാളെ താഴ്മയുള്ളവനാക്കണമെങ്കിൽ ഏറ്റവും താഴ്മയുള്ളവന്റെ ശിഷ്യത്വം നേടണം. If God wants us to be the most humble, he needs to use some other way. വേറൊരാളെ ഡിസൈപ്പിൾ ആക്കണം, വേറെ ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരണം. He could have made us to go to some other kind of discipline. പക്ഷെ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടോ? But God used a different type of discipline. അവന് മന്ത്രിയായിരുന്നവൻ ആര്? Who can be a minister or a lord to our നമ്മൾ God? ഓർക്കുന്ന ദൈവം ഇത് തന്നിട്ടാണ് എന്നെ ശരിയാക്കുന്നേ. അവന് മന്ത്രിയായിരുന്നവൻ ആര്? We usually think that why this situation or circumstances in my life, but God is sovereign. Amen. Hallelujah. എനിക്ക് അതൊന്നും പ്രസംഗിച്ചു തീർക്കാൻ സമയമില്ല. ഒരു ദേവദാസൻ പറഞ്ഞ ഒരു പ്രാർത്ഥനാ വാചകമുണ്ട്. One minister mentioned a prayer quote like this. അദ്ദേഹത്തിന്റെ പേര് ഈ നാട്ടിൽ തന്നെയുള്ളതാണ്. അദ്ദേഹത്തിന്റെ പേര് റെയിൻഹോൾഡ് നെയ്ബൂർ എന്ന് പറയുന്ന ഒരു ദേവദാസൻ. Reinhold Niebuhr, that is his name. അദ്ദേഹം പറഞ്ഞ ആ പ്രാർത്ഥന, അദ്ദേഹത്തിന്റെ ഒരു, നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ആ ഒരു വാചകം വളരെ ഫേമസ് ആണ്, കിട്ടും. This prayer verse which was mentioned by Reinhold Niebuhr is very famous. ആ പ്രാർത്ഥനയുടെ ഹെഡിങ് തന്നെ ദ സെറനിറ്റി പ്രയർ എന്നാണ്. The title of that prayer is the Serenity Prayer. ഒരു ഭക്തന്റെ ശാന്തതയിലുള്ളൊരു പ്രാർത്ഥന. A righteous person's prayer on a serene situation. ഈ വാക്യം 3-നെ അധികരിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. That prayer was based on this verse. അദ്ദേഹത്തിന്റെ 3 വാചകങ്ങൾ പറഞ്ഞതിന്റെ വാക്കുകൾ നിർത്താം. I would like to finish my sermon by stating 3 phrases of his prayer. ആ കർത്താവിന്റെ മുട്ടുമടക്കി. He knelt down. വളരെ പ്രയാസത്തിന് നടുവിലൂടെ അദ്ദേഹം പോവായിരുന്നു. He was going through a very difficult situation. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ പ്രാർത്ഥനാ വാചകം ഇതാണ്. He first mentioned this phrase. God grant me the serenity to accept the things I cannot change. God give me the ability, the serenity to accept the things which I cannot change. മലയാളം പറയാം, മനോഹരമായിട്ട് പറയാം. എനിക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ ശാന്തതയോടെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കൃപ തരണമേ. The things which I am unable to change, please Lord grant me the serenity to accept that. God grant me the serenity to accept the things I cannot change. God grant me the serenity to accept the things which I cannot change. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഇല്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ? Hallelujah, hallelujah. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇല്ലേ? കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്ന എല്ലാവർക്കും ഇല്ലേ? അങ്ങനെങ്കിൽ കൈമലർത്തി തമ്പുരാനോട് പറയാം, കർത്താവേ, ശാന്തമായി അങ്ങ് അനുവദിക്കുന്ന കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ദൈവകൃപ എൻ്റെ മേൽ പകരണമേ. So we all need to pray that whatever things God is doing on your life which cannot be changed, let us start asking God, Lord God, give us and grant us the serenity to accept the things which I am passing through which cannot be changed by me. ശരിയല്ലേ? അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ശാന്തത വേണ്ടേ? Don't we need a serenity to accept this problem? നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടോ? I believe you are. Hallelujah, praise the Lord. Hallelujah. രണ്ടാമത്തെ കാര്യം ആ ദേവദാസൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ചത് ഇതാണ്. The second point, he knelt down and started praying like this. Courage to change the things I can. Courage the things to change which I can. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ എന്നാന്നറിയാമോ? Amen. കർത്താവേ, Hallelujah. എന്നിൽ നിന്നും മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളെ മാറ്റാനായിട്ടുള്ള ധൈര്യം നൽകണമേ. The second prayer he prayed like this: Father God, give me the courage, whichever I want to change from my life, give me the courage to change it. ഇനി ഒന്നുകൂടെ ആലോചിക്കുക. ആദ്യത്തേത് അക്സെപ്റ്റ് ചെയ്യാൻ, മാറ്റില്ലാത്ത കാര്യങ്ങളെ, തമ്പുരാൻ വെച്ചേക്കുന്ന നൽകുന്ന കാര്യങ്ങളെ ശാന്തതയോടെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കൃപ തരണേ. 2, മാറ്റാവുന്ന കാര്യങ്ങളെ
തിരുത്താവുന്ന കാര്യങ്ങളെ, ചേഞ്ച് ചെയ്യാവുന്ന കാര്യങ്ങളെ ചേഞ്ച് ചെയ്യാനായിട്ട് എന്നെ സഹായിക്കണമേ. He prayed like this. These 2 points we always tend to remember. Grant me the serenity to accept whatever the changes Lord wants me to do in my life. And the second point is, give me the courage to change whatever God wants me to change in my life. ബുക്ക് ഓഫ് ആക്ട്സ് വായിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. In the book of Acts, when we read through, we can see one thing. യാക്കോബിനെ മരണത്തിന് ഏൽപ്പിക്കാനും James, അതേ സ്ഥലത്ത് നിന്ന് പീറ്ററിനെ വിടുവിക്കാനും ദൈവത്തിന് ഇഷ്ടമായിരുന്നു. God was pleased to give James to death, but to save Peter from death in the same circumstances in the book of Acts. ഈ രണ്ടിൽ ഒരെണ്ണം പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇംബാലൻസ്ഡ് തിയോളജിയാണ്. If we specify only one thing, the theology will be imbalanced. ഇനിയും ആ ദൈവദാസൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ച മൂന്നാമത്തെ വാചകം എന്താണെന്നറിയാമോ? The third point, he knelt down in his prayer and he remembered this verse. Lord, give us the wisdom to know the difference. Lord, give us the wisdom to know the difference between these. ഏതാ ഈ ഡിഫറൻസ്? മാറ്റേണ്ടത് എന്താണെന്നും തമ്പുരാൻ അനുവദിച്ച് ശാന്തതയോടെ അംഗീകരിക്കേണ്ടത് ഏതാണെന്നും തിരിച്ചറിയാനായിട്ടുള്ള ലോർഡ് ഗീവ് us the wisdom to understand the difference. ഇതാണ് ദൈവദാസന്റെ സെറനിറ്റി പ്രയർ. He was praying in his serenity prayer. The third point as, God, give me the wisdom to accept whatever the situation which is not going to change in my life. Help me to walk through in a serene way in that situation. But the second point is, give me the courage, whichever I need to change, let me be changed. Give me wisdom to understand the difference between these two. ഹൃദയം മുഴുവൻ തമ്പുരാന്റെ സന്നിധിയിൽ പകർന്ന ദൈവത്തോടെന്ന് പറയാൻ പറ്റുമോ? Lord, give us the wisdom to know the difference. Let us all give wholeheartedly, pray wholeheartedly this prayer. Lord, grant me the wisdom to understand the difference between these two. കണ്ണുകളെ നടക്കാമോ? എല്ലാവരും കണ്ണുകളെ നടക്കാമോ? Could you all please close your eyes in prayer? ജീവിതത്തിന്റെ ഏത് വേദനയാണെങ്കിലും തമ്പുരാനോട് പറയാം, അവിടുത്തെ ഇഷ്ടമാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള വിസ്ഡം നൽകണമേ. Whatever the situations or the problems you are going through, but please open your mouth and pray. Whatever it is, God, give me the wisdom to understand the change in my life. ചിലതൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ കർത്താവേ, ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ആ കൃപ എന്റെ മേൽ പകരണമേ. If I want to change something in my life, God, give me the wisdom, give me the grace to be changed. കർത്താവേ, അവിടുത്തെ തിരുവിഷ്ടം പല കാര്യത്തിലും ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. Lord, give us thy wisdom to know, to discern the difference. God, in many situations we are unable to distinguish and difference what is your plan, but give us the wisdom to differentiate between these two. നമുക്കറിയാം, ശീമോൻ പത്രോസിനോട് കർത്താവ് പറയുന്ന കാര്യമുണ്ട്. We all സാത്താൻ know. നിന്നെ ഗോതമ്പ് പോലെ പാറ്റാനായിട്ട് ചോദിച്ചു. We all know Simon Peter. Lord Jesus was telling Simon Peter that Satan was requesting you to be sifted away. പക്ഷേ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. But in order to not losing your faith, I pleaded with Satan. നമുക്കറിയാം, അവിടെ മുതൽ പീറ്ററിനെ പിശാച് ഇങ്ങനെ എന്തെല്ലാം പ്രയാസത്തിലൂടെ കടത്തിവിടാനായിട്ട് ദൈവം അനുവദിക്കുകയായിരുന്നു. But we all know that since then, Peter was followed by Satan, tormented by Satan in different ways. എന്നാൽ നമുക്കറിയാം, ആ പരിശോധനയിലൂടെ പീറ്റർ പോയപ്പോൾ തന്റെ ജീവിതത്തിൽ വേണ്ടാത്തതിനെ എല്ലാം പിശാചിലൂടെ ദൈവം മാറ്റുമായിരുന്നു. God allowed Peter to go through different torment by Satan, but Peter was being purified all through those situations. ആ പതിരിനെ, ആ വേണ്ടാത്തതിനെ എല്ലാം പിശാചിനെ ഉപയോഗിച്ച് തമ്പുരാൻ അങ്ങ് മാറ്റി. All the shaft, the unwanted things in Peter's life, God was using those situations to sift away from Peter's life. മടങ്ങി വന്ന പത്രോസ് രണ്ട് കൈയും മലർത്തി ജീസസിനോട് പറയുകയാണ്, യു നോ എവറിത്തിങ്, നീ സകലവും അറിയുന്നു. After returning from all temptations and failures, Peter was accepting and acknowledging and telling God, Lord Jesus, you know everything about me. അതുവരെ ഞാൻ സംതിങ് ആണെന്നാ പീറ്റർ പറയുന്നേ. Until that time, Peter was thinking himself
myself, I was something. പക്ഷെ തമ്പുരാൻ ആ വഴിയിലൂടെ കടത്തിവിട്ടപ്പോ പറയുക, ലോർഡ് Hallelujah. യു നോ എവറിഥിങ്. But when Peter was undergone through all those situations, Peter came to realize that God, you know everything. എല്ലാവരും കണ്ണടച്ചിരിക്കുമ്പോൾ ആ സെർനിറ്റി പ്രയർ ഒന്ന് മനസ്സിലിടുന്നു കൊണ്ടുവന്നേ. When you all close your eyes, please remember those words in the serenity prayer. കർത്താവെ, ശാന്തതയോടെ അക്സെപ്റ്റ് ചെയ്യേണ്ടതിനെ അക്സെപ്റ്റ് ചെയ്യാനൊരു കൃപ തരണമേ. Father God, please give me a serenity to accept whatever the changes you are making in my life. കർത്താവെ, മാറ്റേണ്ടതിനെ മാറ്റാനായിട്ടൊരു കൃപ നൽകണമേ. Father God, give me the courage to remove whatever I need to be removed from കർത്താവെ, my ഇത് life. തിരിച്ചറിയാനായിട്ടുള്ള വിസ്ഡം നൽകണമേ. Father God, give me the wisdom to differentiate between these two. ഹല്ലേലൂയ. Praise you, Jesus. Hallelujah. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ പ്രയാസവും കണ്ണുനീരും വേദനയും ഒക്കെ ഉണ്ട്. തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വസ്തുത പറയാം. തമ്പുരാൻ അറിയാം എന്നെ എവിടെ കൊണ്ടുപോകണം, എവിടെ വരുത്തണം, എങ്ങനെ ഇരുത്തണം, എങ്ങനെ പ്രാർത്ഥിപ്പിക്കണം, എങ്ങനെ ദൈവത്തോട് അടുപ്പിക്കണം. ഇതെല്ലാം സർവജ്ഞാനിയായ ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇതിനെ ശാന്തതയോടെ അംഗീകരിക്കാനായിട്ടൊരു കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. My beloved brothers and sisters, our God is sovereign. He knows how to take care all through these troubles and difficulties and to make you enter into the promised land successfully. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, കരുണ കാണിച്ചതിനായി സ്തോത്രം. വളരെ അധികമായിട്ട് മനസ്സിലാക്കേണ്ട നിരവധി ഭാഗങ്ങൾ ആ തിരുവെഴുത്തിനകത്തുണ്ട്. എങ്കിലും കർത്താവെ, ആ ശാന്തതയോടെ അത് അംഗീകരിപ്പാൻ, കർത്താവെ, മാറ്റേണ്ടതിനെ ഞങ്ങൾക്ക് മാറ്റാൻ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ, ഇത് നമ്മെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു ഡിസേൺമെന്റിനുള്ള ഒരു വിസ്ഡത്തെ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കണ്ണുനീരും ഞങ്ങളുടെ വേദനയും ഞങ്ങളുടെ പ്രയാസവും ഒക്കെ ഞങ്ങൾ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് തമ്പുരാൻ അത് ഉപയോഗിക്കുന്നല്ലോ. അതോർത്ത് ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. എല്ലാ മഹത്വം തിരുനാമത്തിന് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.